എന്താടി വൈകിട്ടൊക്കെ എന്തെന്നാണ് നമുക്ക് ചായക്ക്? ചായക്ക ഇപ്പൊ വരുമല്ലേ. ഞാനിന്ന് ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. പഴമൊക്കെ തീർന്നിരിക്കും. അപ്പൊ ഒരു പഴുത്ത അല്ല പൊരിച്ചെടുക്കാൻ. അപ്പൊ അതേ ഒരു പഴം വെച്ചിട്ട് ചെയ്യാട്ടോ. നന്നാറങ്ങാടാൻ ചെയ്യട്ടെ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാ നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പൊ അതേ ഞാൻ പഴം പൊളിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കുത്തി ഉടച്ചെടുക്കാം. അപ്പം ഞാൻ ദേ ഈ രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കില്ലേ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ദേ ഒരു 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടാ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് തൈ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് വാഴയില വെച്ചിട്ട് അട പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കണ പോലെ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ പഴംപൊരിയൊക്കെ പൊരിക്കണ പോലെ ഓരോ ബോളാക്കി പൊരിച്ചെടുക്കാൻ പോണേട്ട് ഇത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഇത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൂൺ വെച്ച് കുഴക്കണത്. നമുക്ക് കൈ വെച്ച് കുഴക്കണം അത്രയും എളുപ്പം. അതുപോലെ എന്തുണ്ടാക്കുമ്പോഴും കൈ വെച്ച് കുഴക്കണം അത്രയും ടേസ്റ്റ് ഒന്നിനും കിട്ടൂല. അപ്പോൾ ഇനി ഞാൻ കൈ വെച്ച് കുഴക്കാൻ വേണം കേട്ടോ. ഇതിലോട്ട് നമുക്കൊരു ഇത്തിരി ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചട്ടി വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ ഉരുളകളാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഓയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് സ്റ്റൗ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി അങ്ങനെ ഇടാം. ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉരുളകളൊക്കെ ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. എല്ലാം തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പഴം വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയത്. തേങ്ങയും പഴവും മൈദയും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പലഹാരം ഇത് കാരണം വളരെ രുചികരവുമായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കും.
സൂപ്പർ, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.